എന്നെ ആരും കെട്ടിയിട്ടില്ലടി. ഇതൊരു മാജിക്കാണ്, റോപ്പ് എസ്കേപ്പ് എന്ന് പറയുന്നത്. അല്ലിപ്പോ ശശി ഇല്ലാത്ത സമയത്ത് ഈ രജനിയുടെ വീട്ടിൽ വന്ന് എന്ത് മാജിക്കാ കാണിച്ചു ചേട്ടൻ? അല്ല മാജിക്കല്ല, സത്യം ഞാൻ പറയട്ടെ. ഞാൻ രാവിലെ വെയിൽ കൊള്ളാൻ ഇവിടെ വന്ന് അപ്പൊ രജനി ഇവിടെ വന്നപ്പോ ശശി ഇല്ല, രജനി മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ വെയിൽ കൊണ്ടിട്ട് ഞാനെന്നാ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് വരാൻ തുടങ്ങുമ്പോ ഈ രജനി പറയാണ്, എന്താ ഇത്ര ധൃതി, കുറച്ചു നേരം നമുക്ക് സംസാരിച്ചിരുന്നു കൂടെ എന്ന്. ഞാൻ പറഞ്ഞു അത് പറ്റില്ല, സുധ അവിടെ ഒറ്റയ്ക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പോട്ടെ എന്ന് പറഞ്ഞപ്പോ ഇവളെന്നെ കേറി അട്ടക്കട്ട ഒരു പിടി. എന്നെ കയറി പിടിച്ച കൈ പുറകോട്ട് കെട്ടിട്ട് അവിടെ ഇരിക്കും, സംസാരിച്ചിട്ട് പോയാ മതി എന്ന്. ഒന്നും രണ്ടും പറഞ്ഞിരിക്കാൻ വേണ്ടി തമാശ പറഞ്ഞു. ഞാൻ വിശ്വസിക്കണം, ഇത് ഞാൻ വിശ്വസിക്കണം. സംഭവം എന്താണെന്ന് എനിക്ക് പറയണം. രജനി എന്ത് ചെയ്യുന്നിട്ട്? രജനി അകത്ത് വെള്ളം തിളപ്പിക്കുകയാണ്, ചായ ഇടാനോ മറ്റോ ആയിരിക്കും. രജനിയെ ആടാ, നിനക്ക് വേണ്ടിട്ട് ഞാൻ ചൂടുവെള്ളം തിളപ്പിച്ചോണ്ടിരിക്കുക. നിന്നെ ഇതിലിട്ട് പുഴുങ്ങിയിട്ട് ഞാൻ നിന്റെ പപ്പും പൂടേം പറിക്കും, നോക്കിക്കോ. ചേട്ടാ ഇതെന്ത് പറയുന്ന പപ്പും പൂടേം പറിക്കുന്നൊക്കെ? പപ്പും പൂട എനിക്ക് വേണ്ടി പപ്പും പൂടേം. അവൾ ഇന്ന് രാവിലെ ഒരു താറാവിനെ മേടിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. അതിന്റെ പപ്പും പൂടേം വേണ്ടി. താറാവിനുള്ള പപ്പും പൂടയായിരുന്നു. ഇവിടെ താറാവല്ലടി, നല്ല മുറ്റീന നാടൻ കോഴി. അങ്ങോട്ട് അല്ല ചേട്ടാ, നാടൻ കോഴിയാന്ന് അവള് പറയുന്നേ. മുറ്റ ഇറച്ചിയാണെങ്കിൽ ഈ പൂട പറഞ്ഞു വരാൻ ഇത്തിരി പാടായിരിക്കും. അപ്പൊ തിളച്ച വെള്ളത്തിൽ മുക്കിട്ടെടുക്കാമെങ്കിൽ ഒന്നും പറഞ്ഞാ പൂട ഇഞ്ഞു പോരും. എടി സുധേ, എനിക്ക് ഇത്തിരി മര്യാദ ഉള്ളതുകൊണ്ട് നിന്നെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തി. അല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ നാട്ടുകാരെ മൊത്തം വിളിച്ചു കൂട്ടിയാണ്. നാട്ടുകാരൊക്കെ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു കൂട്ടുന്നത്? എന്റെ പ്രഷർ നിങ്ങൾ കേട്ടരുത് കേട്ടോ. നിങ്ങൾ ഉള്ള കാര്യം എന്താന്ന് വെച്ചാ പറ. എടി എന്റെ ചേട്ടനെ കെട്ടിയതാരാ? നിന്നെ കെട്ടിയതാരാ? എന്നെ കെട്ടിയത് ചേട്ടൻ. ചേട്ടനെ കെട്ടിയതാരാ? രജനി. ചേട്ടൻ എന്താ ഇപ്പൊ പറഞ്ഞേ? ചേട്ടനെ കെട്ടിയാരാ? രജനി. അയ്യോ, അപ്പൊ എന്നെ കെട്ടിയാരാ? നിന്നെ കിട്ടിയത് ഞാനല്ലേ? രജനി. രണ്ട് പിള്ളേരെ എന്നെ അനാഥരാക്കിയല്ലോ. എടി എന്തൊക്കെ എടി പറയുന്നത്? എടി നീ എന്റെ ചേട്ടനെ കെട്ടിയത് എന്തിനാണ്? സുധേ, നിന്റെ ഈ കെട്ടിയോന്റെ കൈ കെട്ടിയത് ഞാനാണെന്നാ പറഞ്ഞത്. എന്തിനാന്നറിയോ? ഇങ്ങനെ പോക്കൃതരം കാണിച്ചിട്ട്. ചേട്ടൻ പോക്കൃതരം കാണിച്ചോ? ഞാനൊരു പോക്കൃതരം കാണിച്ചത്? എന്റെ ചേട്ടൻ ഒരു പോക്കൃതരം കാണിച്ചിട്ടില്ല. ഒരു പോക്കൃതരം കാണിച്ചില്ലല്ലേ? ഇല്ല. കാണിച്ചില്ലല്ലേ നിങ്ങള്? ഇല്ല. എടി ഞാൻ കുളിമുറി കുളിച്ചോണ്ടിരിക്കുക. ബെഡ്റൂമിൽ കുളിക്കാൻ പറ്റുമോ നിനക്ക്? പറയുന്നതിന്റെ ഇടയ്ക്കേറി പറയരുത്. ഞാൻ വെന്റിലേഷൻ വഴി നോക്കുമ്പോഴത്തേക്ക് അവിടുന്ന് ഒരു ഷൂ എന്നൊരു ശബ്ദം. ഞാൻ നോക്കിയപ്പോ നിന്റെ ഈ കെട്ടിയോൻ സുഗുണൻ. നീ മാറ്. റെഡി? ചേട്ടാ, നിങ്ങൾ ഇവിടെ വെന്റിലേഷനിൽ കൂടെ ഷൂഷു വെച്ചോ? ഞാൻ ഷൂഷു വെച്ചിട്ടില്ല. നീ ശരിക്കും ഓർത്ത് നോക്ക്. ഷൂഷു ആയിരുന്നോ ഷൂ ആയിരുന്നോ? ഷൂ തന്നെയായിരുന്നു. ഷൂ. ചേട്ടാ സത്യം പറ, നിങ്ങൾ ഇവിടെ വെന്റിലേഷനിൽ പോയി ഷൂഷു വെച്ചോ? സുധേ, രജനിയുടെ പേര് എനിക്ക് അറിയാമോ? അറിയാം. രജനെ അറിയാൻ വയ്യാത്തവരല്ലേ ഷൂഷു എന്ന് വെക്കണ്ടു? സത്യം. എനിക്ക് രജനെ അറിയാം. അതുകൊണ്ട് ഞാൻ എന്തിനു ഷൂഷു വെക്കണം? നിന്റെ പേര് എന്റെ ചേട്ടൻ അറിയാം, പിന്നെ എന്തിനാ ചേട്ടൻ ഷൂഷു വെക്കണം? എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. എന്റെ കുളിമുറി വന്ന് ഷൂ എന്ന് വെച്ചത് ശരിയാണോ തെറ്റാണോ എനിക്കത് മാത്രം അറിഞ്ഞാ മതി. ശരിയാണോ തെറ്റാണോ? നീ കാണിച്ച ശരിയാണോ? എന്ത്? ഞാൻ വെന്റിലേഷനിൽ കൂടെ നോക്കിയപ്പം നീ കുളിക്കാൻ കയറി വന്നത് ശരിയാണോ? അത് ശരിയാണോ? എന്റെ ചേട്ടൻ വെന്റിലേഷനിൽ കൂടെ നോക്കുന്ന സമയത്ത് മാത്രം നിനക്ക് കുളിക്കാൻ സമയമുള്ള. എന്റെ ബാത്റൂമിൽ ഞാൻ ഇഷ്ടമുള്ള സമയത്ത് കുളിക്കും. ആരടി ചോദിക്കാൻ? അതിന്റെ ആയം അവിടെ ബാത്റൂം അല്ലേ, അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് കുളിക്കാം. ചേട്ടാ ഞാനൊരു കാര്യം പറയാം, ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോകും. ഒന്നുമില്ലടി. ഒന്നുമില്ലെന്ന് അപ്പൊ നിങ്ങളെ കണ്ട് അയ്യോ ഞാൻ എവിടെയെങ്കിലും പോയി ചാവും. അയ്യോ, ഹലോ, ഓവറാക്ഷൻ. ഞാൻ പറഞ്ഞത് നീ ഒന്ന് മനസ്സിലാക്ക്. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ലെന്നാണ് പറഞ്ഞത്. അല്ല ചേട്ടൻ ഇപ്പൊ എന്തിനാ അവിടെ വെന്റിലേഷനിൽ പോയത്? എന്തിനായിരുന്നു? നിനക്ക് ചമ്മന്തി തേങ്ങ അരച്ച് കൂട്ടിയാലേ നിനക്ക് ഇറങ്ങൂ. അപ്പൊ ഇവിടെ ബാത്റൂമിന്റെ പുറകെ നമ്മുടെ തെങ്ങയിൽ എത്ര തേങ്ങ ഉണ്ടായിരുന്നു? 4 തേങ്ങ. അതിൽ 2 എണ്ണം ഇവിടെ. 2 എണ്ണം കാണുന്നില്ല. അപ്പൊ ഇവിടെ ബാത്റൂമിന്റെ മേൽക്കൂരയില്ലാതെ 2 തേങ്ങ അതിനകത്ത് വീഴുന്നത് ഞാൻ കണ്ടു. അത് നോക്കാൻ ഞാൻ ചെന്നതാണ്. എന്നിട്ട് കണ്ടോ? ഞാൻ ഒരു തേങ്ങ കണ്ടില്ല.
എടി എന്റെ ചേട്ടൻ ഒരു തേങ്ങയും കണ്ടില്ല. ഞാനൊരു കാര്യം നിന്നോട് പറയാം. ഇതിപ്പോ ഇരു ചെവി അറിയാതെ ഇതെങ്ങനെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കണം. അങ്ങനെയൊന്നും ഒതുക്കി തീർക്കാൻ പറ്റത്തൊന്നുമില്ല. കലക്കാൻ എന്തോ ഗർഭമാണോ ഇത്? എന്റെ കെട്ടിയോനെ നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല അങ്ങേര്. ശശിയല്ലേ അപ്പൊ? അല്ല നീ ശശിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്, അതല്ലാന്നാണ് നീ പറഞ്ഞു വരുന്നത്. അവിടെ കിടക്കുന്ന കുഴപ്പം